അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫോർക്ക് ബൂട്ട് മാറ്റാം. 2 വർഷമായി നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഫോർക്ക് ബൂട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ഇത് ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായ മട്ടിലായിട്ടുണ്ട്. പുതിയത് ഇടാൻ പോകുന്നത് ഹീറോ എക്സ്പൾസിൻ്റെ ഫോർക്ക് ബൂട്ടാണ്. ഈ ബൂട്ട് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ബൂട്ടുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് കട്ടിയും കൂടുതലാണ്. ഇതിനകത്ത് പ്രീ ഡ്രിൽഡായിട്ട് ഹോൾസ് വരുന്നുണ്ട്, അതായത് ഓട്ടകൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഈ പ്ലീറ്റ്സുകളുടെ എണ്ണം ഇതിനെ വെച്ച് കൂടുതലാണ്. ഇതിൽ നമ്മുടെ റോയൽ എൻഫീൽഡിൽ 15ഉം ഇതിൽ 20ഉമാണ് വരുന്നത്. ഈ ഹോൾസ് ഉള്ളതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സസ്പെൻഷൻ കംപ്രസ് ആവുന്ന സമയത്ത് ഇത് എയർ സക്ക് ചെയ്ത് ഉള്ളിലോട്ട് വന്ന് വാക്യൂം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഈ സാധനത്തിൽ ഇതിന് ഹോൾസ് ഇല്ലാത്തതാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് പറയുന്നത്, കംപ്രഷൻ നടന്നു കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഇത് ടൈറ്റായിട്ട് ഇങ്ങനെ മുറുകിയിരിക്കും. നമ്മളെന്നിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇവിടെ സിപ്പ് ടൈ വെച്ച് അടച്ചു വെച്ചിരിക്കുക. എന്നിട്ട് നമ്മളല്ലാണ്ട് വരെ കുറേ ഓട്ടകൾ ഇതിനകത്ത് ഉളച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പിടുത്തം വിട്ടുപോയത്. അങ്ങനെ ഈ വാക്യൂം ഇതിനകത്ത് നിൽക്കുന്ന കാരണം നമ്മുടെ ഈ എൻഫീൽഡിൻ്റെ ഈ സാധനങ്ങളുടെ ഈ ബൂട്ട് പെട്ടെന്ന് നാശമായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഹീറോയുടെ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം. എന്തായാലും നമുക്കിത് ഇനി ഇതിനകത്തേക്ക് മാറ്റിയിടാം. അവസാനം ഒരു ദ്വന്ദ്വയുദ്ധത്തിനൊടുവിൽ സാധനം ഇട്ടിട്ടുണ്ട്. ഇത് കയറ്റാൻ എളുപ്പമായിരുന്നു, പക്ഷേ ഈ അടിയിലത്തെ ഈ സാധനം ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പാടാണ്. കാരണം ഇത് വേറെ എക്സ്പൾസിൻ്റെ ചെറിയ ഫോർക്കിൻ്റെ ആയതുകൊണ്ടും ഇത് കുറച്ച് വലുതായതുകൊണ്ടും കയറാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്, നല്ല മുറുകെയാണ് ഇരിക്കുന്നത്. എങ്ങാനും ഇത് അഴിഞ്ഞ് വരികയാണെങ്കിൽ ഒരു സിപ്പ് ടൈം കൂടെ വെച്ച് ടൈറ്റ് ചെയ്യും. പിന്നെ ഇത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓട്ട ഒരു സൈഡിൽ ഇങ്ങനെ ഒരു നിരക്കാണ് വരുന്നത്. അത് വെക്കുന്നത് അത് നേരെ നമ്മുടെ പുറകുവശത്തേക്ക് ഫേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വെള്ളം വരുമ്പോൾ വെള്ളം അധികം കണ്ടമാനം ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യത കുറയായിരിക്കും. കാരണം ഇത് മേളിൽ തട്ടി അങ്ങ് പോയിക്കോളും. മേളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി താഴോട്ട് പോയിക്കോളും. നമ്മൾ നേരെ ഫേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് നമ്മൾ കംപ്രഷനും റീബൗണ്ടും നടക്കുന്ന സമയത്ത് വെള്ളം സക്ക് ചെയ്ത് ഉള്ളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കയറിയോണ്ട് വലിയ കുഴപ്പമുണ്ടാകും തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് സൈഡിൽ കൂടെ വെള്ളം പോകാനായിട്ട് സ്പേസും ഉണ്ട്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഇതാണ്. ഈ വളയം കൂടി ഇതിനകത്ത് ഇടുന്നതോടെ ഫോർക്കിടൽ ചടങ്ങ് അവസാനിച്ചു. ബൂട്ടിടൽ ചടങ്ങ്